ഒരു ഒരു പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇലക്ട്രോ ട്രാൻസ്ലേറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഈ ഫൈറ്റിന്റെ ഇടയിൽ ഉല്ലാസിന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ എൻഡിൽ അവസാനിക്കുമ്പോൾ പിന്നെയും തുമ്പിയിലോട്ട് വരണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓവറായിട്ട് ഇലക്ട്രോണിക് മ്യൂസിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അപ്പൊ അതിൽ ഇടയിൽ വരുന്ന ഭാഗങ്ങളിലേക്ക് ആ സീനുകളെ വെച്ച് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ് നമ്മുടെ രോഹിത് VSന്റെ കരവിരുതുകൾ. എഡിറ്റർ പ്ലസ് ഡയറക്ടർ പ്ലസ് മ്യൂസിക് ഡയറക്ടർ, അതൊരു സിങ്കാണ്. ഈ കട്ടക്കലിപ്പ് എന്നുള്ള പാട്ട് ഹിറ്റായിട്ട് ഇങ്ങനെ പല ചാനലുകളും ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മണികണ്ഠൻ്റെ വീട്ടിലേക്ക് വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ഇമോഷണലായിട്ട് പറയുന്നുണ്ട്. 10 വർഷം ഞാൻ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇമോഷൻ വെച്ചാൽ കരഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, ശബ്ദത്തിൽ 10 വർഷമായിട്ട് ഞാൻ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ മറ്റു ജോലികൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് പാട്ട് കിട്ടുന്നത് എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് മണികണ്ഠൻ എന്നുള്ള ആളെ പറ്റി പറയുന്നത് ഞാൻ കേൾക്കുന്നത് മോഹൻ സിത്താരയാണ്. യോഗപുരുഷനിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, എൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ്, ദാഹിക്കുന്നു ഭഗിനി പാടിയിട്ടുള്ളത് എൻ്റെ അസിസ്റ്റന്റ് ആണെന്ന് അദ്ദേഹം പറയുമ്പോൾ പേരെടുത്ത് പറയുന്നുണ്ട്. അതും കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് കട്ടക്കലിപ്പൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ 10 വർഷം അതിനെങ്ങനെയാ നമുക്കിങ്ങനെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ കോറസ് പാടുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ശ്രമിക്കുന്നുണ്ട്, എവിടെ എത്താത്തൊരു സമയമുണ്ട്. മലയാള സിനിമ മൊത്തത്തിൽ കുറെ പുതിയ മ്യൂസീഷ്യൻസിനെ ട്രൈ ചെയ്യുന്ന സമയം കൂടിയാ. അപ്പൊ ആ 10 വർഷം ഈ എന്താ മുമ്പിൽ എന്നറിയാത്തൊരു കാലഘട്ടം ഉണ്ടല്ലോ, അതെങ്ങനെയാ കടന്നുപോയത്? അത് ഭയങ്കരമാണ്. കാരണം ഞാൻ എന്തിലായിരിക്കും എനിക്ക് ശോഭനമായൊരു ഭാവി എന്നറിയാത്തൊരു ഇതിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് സിംഗർ എന്നൊരു രീതിയിൽ എത്താൻ പറ്റും. കാരണം വെച്ചാൽ സാറ് ആ സമയത്ത് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത്, മോൻസിത്താര സാറിന്റെ സ്വരഭാരത് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോറസ് പാടാനൊക്കെ ആയിട്ട് സാറ് വിളിച്ച് അങ്ങനെയാണ് നമ്മൾ സാറിന്റെ അടുത്തേക്ക് വരുന്നത്, സാറിന് പാട്ട് കേൾപ്പിക്കുന്നത്. സാർ ഇടയ്ക്ക് ട്രാക്ക് പാടാനും സാറിന്റെ വർക്കുകളിൽ കോറസൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി തുടങ്ങിയത്. പിന്നെ ഈ സൗണ്ട് എഞ്ചിനീയറിങ് കാര്യങ്ങളിൽ കുറച്ച് അറിവുള്ളത് കൊണ്ട് സാറിനെ സഹായിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് നിർത്തി. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ കൂടെ പോയത്. പിന്നെ ഈ ഷോസൊക്കെ വരുമ്പോൾ ഒരു 10-20 സോങ് ഒക്കെ ഉണ്ടെങ്കിൽ 2 സോങ് എനിക്കും പാടാൻ തരും. അപ്പോൾ സാറങ്ങനെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം വലിയൊരു മ്യൂസീഷ്യൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടാൻ പറ്റും. ഇപ്പോൾ റഫീഖ് സാറൊക്കെ ആയാലും ഞാൻ റഫീഖ് സാറിനൊക്കെ കാണുന്നത് മോഹൻ സാർ കൂടെ പോയിട്ടാണ്. കൂടെ കമ്പോസിങ്ങിനൊക്കെ പോകുമ്പോഴാണ് റഫീഖ് അഹമ്മദ് വയലാർ, ശരത്ചന്ദ്ര വർമ്മ സാർ. അപ്പോൾ ശരത്തേട്ടനൊക്കെ അപ്പോൾ കാണുന്നത് മോഹൻ സിത്താര സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ അവർക്കും എന്നോടുള്ള ഒരു അത് ഉണ്ട്. അത് സാറിനോടുള്ള ബഹുമാനമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അവർക്കായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമയിൽ റഫീഖ് അഹമ്മദ് ആയിട്ടാണ് നമ്മൾ ഈ വളാരോ പാട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയത് മോഹൻ സിത്താര സാറിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ആ ഒരു സിംഗർ എന്നുള്ളൊരു നിലയ്ക്കായിരുന്നു സാറിൻ്റെ കൂടെ നിന്നിരുന്നത്. ഒരിക്കലും ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പൊസിഷനും അതിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് നമുക്ക് അതിനുള്ള നോളജ് ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പാടാൻ ശ്രമിക്കുക, പറഞ്ഞു തരുന്നത് പാടാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഇഷ്ടംപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിൻ ചെയ്തവർ പാടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള സിംഗേഴ്സ്, വിധിച്ചേട്ടനൊക്കെ ആ സമയം തൊട്ടേ അടിപൊളിയായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സിംഗേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെ ഇടിച്ച് കയറി നമുക്ക് നിൽക്കാവുന്ന രീതിയിലുള്ളൊരു ടാലൻറ്റ് എനിക്കുണ്ടോയെന്ന് വരെ എനിക്ക് ഡൗട്ടായി. അപ്പോൾ പിന്നെ ഈ നിരാശയൊക്കെ ആയി തുടങ്ങി. പിന്നെ നമ്മൾ ഇതിൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ സാറിനും ചെയ്യാവുന്നതിന് പരിധികളുണ്ട്. ഇപ്പോൾ സാറ് എനിക്ക് വർക്കിൽ ഉൾപ്പെടുത്തുക, സൗണ്ട് എഞ്ചിനീയറായിട്ട് ചില വർക്കുകളിൽ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തുക എന്നല്ലാതെ സാറിന് പെട്ടെന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യായാലും എനിക്ക് എത്ര കാലിബർ ഉണ്ടെന്ന് സാറിന് പറയാൻ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് വർക്കുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സാറ് മാക്സിമം എന്നെ 2-3 പടങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് അതൊരു വലിയ കാര്യമാണ്. അതൊക്കെ തന്നെയായിരിക്കും കുറച്ച് എനിക്ക് ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടായി ആ സമയത്ത് നിന്നത്. പിന്നെ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. സാറും പടങ്ങൾ കുറച്ച് തുടങ്ങി. പിന്നെ സാറിനിടയിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്ന്. പക്ഷെ സാറ് പിന്നെയും സിനിമകളൊക്കെ എടുത്തു തുടങ്ങി. പക്ഷെ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് വേറെ സുഹൃത്തുക്കളിലൂടെ ഒന്നും സിനിമ ലഭിക്കാവുന്ന രീതിയിലുള്ള കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഒരു ജീവിതമാർഗം വേണമല്ലോ എന്ന് വിചാരിച്ച് സൗണ്ട് എഞ്ചിനീയറിങ്, ഈ സോഫ്റ്റ്വെയർ ബേസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞാനും സുഹൃത്തുക്കളും കൂടിയിട്ടൊരു സ്റ്റുഡിയോ, ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ ഒക്കെ ഇട്ട് ആ ഒരു ഇതിലേക്ക് പോയി. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഭാവിയിലേക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. പിന്നെ ഓൾറെഡി ഗ്രാഫിക് ഡിസൈനിങ് പരിപാടിയിലും താല്പര്യമുള്ളത് കൊണ്ട് ഈ സ്റ്റോറി ബോർഡ്, ആഡിൻ്റെ ഒക്കെ സ്റ്റോറി ബോർഡ് വരയ്ക്കുക, ആ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടയിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ ഒരു ഫോക്കസ് ചെയ്യാന്നുള്ളൊരു കാര്യത്തിൽ നിന്നൊക്കെ വിട്ടുപോയി. എങ്ങനെയെങ്കിലും നമുക്ക് പൈസ ജീവിച്ചു പോകണം, അത്രമാത്രമായി പോയി. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഒരു സിനിമയിൽ പാടിയ ഒരാൾ എന്നുള്ളൊരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇനി ആ കാര്യത്തിലൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ പാട്ടുകൾ ചെയ്യുക, പിന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ ആ വർക്ക് നന്നാക്കി കൊടുക്കുക, അത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇത്ര മാത്രമായി. ഗ്രൂപ്പ് സോങ് ഒക്കെ കോളേജിൽ ഇപ്പോൾ ഡി സോൺ, ഇന്റർ സോൺ, ഗ്രൂപ്പ് സോങ്ങിലൊക്കെ ഗ്രൂപ്പ് സോങ് കമ്പോസ് ചെയ്യുക, പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ഇടയിലൊക്കെ ചെയ്തിരുന്നു. അത് പക്ഷെ അതൊന്നും അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കമ്പോസിങ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദിൽ, ഞാൻ എപ്പോഴും സ്റ്റോറി ബോർഡ് വരയ്ക്കാനൊക്കെ ആയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സിദിൽ സുബ്രഹ്മണ്യം, പുള്ളി ആണ് പറയുന്നത്, ടോം, എൻ്റെ സുഹൃത്ത് ടോം ഒരു സിനിമ ചെയ്യേണ്ടത്, എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല പറഞ്ഞു. അതൊന്നും വേണ്ട, നമുക്ക് വല്ല പാട്ട് പാടാനുള്ള ചാൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം പറഞ്ഞു അതല്ല, ഇത് കമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പുള്ളി മ്യൂസിക് ഡയറക്ടറെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മ്യൂസിക് ഡയറക്ടർ ആയിട്ടില്ല, ഒരു വിപ്ലവ ഗാനം പോലത്തെ ഒരു പാട്ട് ഉണ്ടാക്കണം, അപ്പോൾ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, പുള്ളി വിളിക്കും, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാനും ഈ അലസമായിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞപ്പോൾ സിദിൽ തന്നെ അപ്പം ചായ കുടിക്കാൻ താഴെ ഇറങ്ങിയ സമയത്ത് സിദിൽ എന്നോട് പറഞ്ഞു, അതെ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും എത്തൂല, എന്തെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു കാര്യം. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പിള്ളേരെല്ലാവരും ഇരുന്ന് കളിയാക്കിയും കുറ്റം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുക. അപ്പോൾ അതിൽ നിന്ന് എന്നെ ഇതിൽ പറഞ്ഞു എന്നോട്, നീ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ലൈഫിനെ കുറച്ചും കൂടി കാണാം, കാരണം എന്തെങ്കിലും ആവാൻ കുറച്ച് ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു ചെയ്യാൻ പറ്റുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി വരണമെന്നൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ശരി ഞാനെന്തെങ്കിലും ഒന്ന് നോക്കി നോക്കാമെന്നുള്ളൊരു ഇതാണ് പെട്ടെന്ന് തോന്നിയതാണ്. അതാണ് കലിപ്പ്, കട്ടക്കലിപ്പ്. അത് ടോം ചേട്ടൻ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് വിളിച്ചു, ഈ കലിപ്പ് കട്ടക്കലിപ്പ് പുള്ളി വാട്സപ്പിൽ എനിക്ക് അയച്ചെന്നു. ഞാൻ അന്ന് രാത്രി വെറുതെ ചുമ്മാ ഇരുന്നിട്ട് പാടിയിട്ട് കാലത്താകുമ്പോഴേക്കും ഒരു ട്രാക്ക് അയച്ചു കൊടുത്താണ്. അപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല, നമുക്ക് ചിലപ്പോൾ ഇത് വർക്ക് ചെയ്താൽ നന്നാവില്ല എന്ന് പുള്ളി ഇങ്ങോട്ട് പറയാൻ മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ട് റെക്കോർഡിങ് പ്രോസസ്സിലേക്കൊക്കെ ഫണ്ട് ഇടാനൊക്കെ ഏതോ വലിയൊരു മ്യൂസീഷ്യന് ഫണ്ടൊക്കെ തരുന്ന പോലെയാണ് ടോം ചേട്ടൻ എന്നെ ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ അത് കണ്ടപ്പോൾ സംഭവം വർക്കാവുമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയടാ, ഈ സിനിമയാണ്, ഇറങ്ങില്ല എന്നറിയില്ല, പിന്നെ ഇതൊക്കെ ഇവർക്കൊക്കെ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നീ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് റെക്കോർഡിങ് ഒക്കെ ഋതൊക്കെ പെർക്കഷനൊക്കെ എടുത്തതിന് ശേഷം അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ എൻ്റെ നിന്ന് കടം മേടിക്കരുത്, ഇങ്ങനെയൊക്കെ പറയും ആ സമയത്ത്. പക്ഷേ ടോം ചേട്ടനോട് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ ടോം ചേട്ടൻ അപ്പം എനിക്ക് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് തന്നു. കാരണം ടോം ചേട്ടനെ സംബന്ധിച്ചത് ടോം ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയുടെ ആദ്യമായിട്ട് ഈ സിനിമ പ്രസന്റ് ചെയ്യാൻ പോവുക, ഒരു മെക്സിക്കൻ അപാരതാന്ന് പ്രസന്റ് ചെയ്യാൻ പോകുക. അപ്പോൾ ടോം ചേട്ടൻ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് ഇതിൽ. ടോം ചേട്ടൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് ഫസ്റ്റ് ഫണ്ട് ഇട്ടിരുന്നത്. ഞാൻ ചെന്നൈക്ക് പോയി, അപ്പോൾ ചെന്നൈയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ സിംഗറിനെ സെലക്ട് ചെയ്ത് നമ്മൾ പുറത്തുള്ള ആൾ തന്നെ, അപ്പൊ പുള്ളി തന്നെ വേണം ആ സമയത്ത് സമയമായതുകൊണ്ട് പുള്ളി തന്നെ നമുക്ക് ചെയ്യാന്നൊക്കെ ടോം ചേട്ടൻ സംസാരിച്ചു. ഇതൊന്നും ടോം ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല, കാണാതെയാണ്, ഫോണിൽ മാത്രമാണ്. എന്നിട്ടാണ് പുള്ളി 80,000 രൂപയുടെ അടുത്തൊക്കെ ആ സമയത്ത് ട്രാൻസാക്ഷൻ ചെയ്തിരുന്നത് 2016 സമയത്ത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ എത്ര ബോണ്ടിങ്ങിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യം. പുള്ളി എനിക്ക് തരുന്ന വിശ്വാസം അത് തന്നെയാണ്.